നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ വയനാട് ജില്ലയുടെ തെക്കേ കിഴക്ക് ഭാഗത്തായിട്ട് അതിൻ്റെ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരി നഗരസഭ, സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത്, സുൽത്താൻ ബത്തേരി താലൂക്ക് എന്നിവയുടെ ആസ്ഥാനവും ഇവിടെ തന്നെയാണ്. വയനാട് ജില്ലയിൽ ആകെയുള്ള 3 താലൂക്ക്, നിയമസഭാ മണ്ഡലം, നഗരസഭ എന്നിവയിലൊന്നാണ് ഈ സുൽത്താൻ ബത്തേരി. കൽപ്പറ്റ, മാനന്തവാടി എന്നിവയാണ് മറ്റുള്ള 2 വയനാട് ജില്ലയിലെ പ്രമുഖ വ്യാപാര കേന്ദ്രമായ ഇവിടെ തമിഴ്നാട്, കർണാടക, കേരളം എന്നീ 3 സംസ്ഥാനങ്ങളുടെ സംഗമ കേന്ദ്രം കൂടിയാണ്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ കുടിയേറി പാർക്കുന്ന പ്രദേശം കൂടിയാണ് ഇവിടെ. മാത്രമല്ല, ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ ഇവിടെ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സുൽത്താൻ ബത്തേരി എന്ന് പറയാൻ കാരണവും അതിനെക്കുറിച്ച് ഇത്രയും വിശദീകരിക്കാൻ കാരണവും ഈ പേരിന് ഒരു മാറ്റം വരാൻ പോകുകയാണ്. ആ മാറ്റം കൊണ്ടുവരുന്നത് കെ സുരേന്ദ്രനാണ് എന്നും പറയുന്നുണ്ട്. പോർച്ചുഗീസ് ഭാഷയിലെ ബത്തേറിയ എന്ന പദത്തിൽ നിന്നാണ് ബത്തേരി എന്ന പേരുണ്ടാവുന്നത്. മുൻപ് കന്നഡ ഭാഷയിൽ ഹന്നരടു വിധി എന്നറിയപ്പെട്ട ഈ സ്ഥലത്തെ ടിപ്പു സുൽത്താൻ ഒരു ആയുധപുരയാക്കി മാറ്റിയിരുന്നു. സുൽത്താന്റെ ആയുധപുര എന്നതാണ് സുൽത്താൻ ബത്തേരി എന്ന അർത്ഥത്തിൽ അറിയുകയും പിന്നീട് അത് സുൽത്താൻ ബത്തേരിയായി മാറുകയും ഒക്കെ ചെയ്തത്. ഇപ്പോഴിതാ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുന്നത് അനിവാര്യമാണെന്ന് പറയുകയാണ് വയനാട് മണ്ഡലം NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ. കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കണമെന്ന് സുരേന്ദ്രൻ പറഞ്ഞത്. ബത്തേരിയുടെ ആദ്യത്തെ പേര് ഗണപതി വട്ടം എന്നായിരുന്നു. പിന്നീട് ടിപ്പു സുൽത്താന്റെ ആയുധപുര ആയതോടുകൂടിയാണ് സുൽത്താൻസ് ബറ്റാരിയ എന്നാക്കുകയും പിന്നീട് സുൽത്താൻ ബത്തേരി ആവുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഈ ഒരു പേര് മാറ്റം ഉടനെ ഉണ്ടാകുമോ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഗണപതി വട്ടം എന്നാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അടുത്ത സ്ഥിതി നടക്കമുള്ളതും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാലും ഇത് മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ആ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അനിൽ ആന്റണിക്കെതിരെ പുതിയ കഥയുമായി രംഗത്തെത്തിയിരിക്കുകയാണെന്നാണ് അനിൽ ആന്റണി വിഷയത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞത്. കോൺഗ്രസിലെ പ്രശ്നങ്ങളാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ. യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് AK ആന്റണിയാണ്. NDAയുടെ മറ്റ് സ്ഥാനാർത്ഥികൾക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. BJP ഇരു മുന്നണികളും ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. കണ്ണൂരിൽ ബോംബ് നിർമ്മിച്ച് RSS BJP നേതാക്കളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കേരള സ്റ്റോറി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. IS റിക്രൂട്ട്മെന്റ് നടന്നതിന് എത്രയോ തെളിവുകളുമുണ്ട്. മക്കളെ തിരിച്ചു കിട്ടണമെന്ന വിലപിക്കുന്ന രക്ഷിതാക്കളെ നാം കാണുന്നുമുണ്ട്. അതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിനെതിരെയുള്ള ജാഗ്രതയാണ് സഭകൾ സ്വീകരിക്കുന്നതെന്നും അതിൽ പരിഭ്രമിച്ചിട്ട് കാര്യമില്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു വെക്കുകയാണ്.